നമസ്കാരം, വെട്ട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. തീരദേശത്ത് സുൽത്താൻ വളവിൽ മുൻവിരോധം തീർക്കാൻ സംഘം തിരിഞ്ഞ് പരസ്പരം അടിപിടി നടത്തിയ 9 പേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. സമാധാന അന്തരീക്ഷം തകർക്കുന്ന കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവുമെന്ന് തിരൂർ പോലീസ് അറിയിച്ചു. താനൂരിൽ 15 വയസ്സുള്ള ആൺകുട്ടിയെ സ്കൂട്ടറിൽ കയറ്റിക്കൊണ്ടുപോയി പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ പ്രതികളെ താനൂർ പോലീസ് സാഹസികമായി പിടികൂടി. കോർമാൻ കടപ്പുറം കുഞ്ഞിച്ചിന്റെ പുറക്കൽ നവാസ്, കോർമാൻ കടപ്പുറം പൗരകത്ത് സഫീർ എന്നിവരാണ് പിടിയിലായത്. കടങ്ങാത്തുകൊണ്ട് NFSA ഗോഡൌണിലെ റേഷൻ വെട്ടിപ്പിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് AIYF തിരൂർ മണ്ഡലം കമ്മിറ്റി. തിരൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഏകദിന ശില്പശാലയിൽ പ്രമേയത്തിലൂടെയാണ് മണ്ഡലം കമ്മിറ്റി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ശില്പശാല ജില്ലാ പ്രസിഡന്റ് EV അനീഷ് ഉദ്ഘാടനം ചെയ്തു. 10ാം ക്ലാസ് മുതൽ PG വരെയുള്ള വിദ്യാർത്ഥികളെ സാഹിത്യ ലോകത്തേക്ക് കൊണ്ടുവരിക എന്നതാണ് മന്ദാരം ലക്ഷ്യമിട്ട് മന്ദാരം പബ്ലിക്കേഷൻ വിദ്യാർത്ഥികൾക്കായി സൗജന്യമായി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. ലിറ്ററേച്ചർ ഓഫ് ലവ് ഫോർ സ്റ്റുഡൻസ് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി വിദ്യാർത്ഥികളിൽ സ്നേഹവും നന്മയും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. താനാളൂർ പഞ്ചായത്തിൽ ഭരണപരാജയം മറച്ചുവെക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നതെന്ന് UDF ജനപ്രതിനിധികൾ ആരോപിച്ചു. പുനർനിർമ്മാണത്തിന് ഫണ്ട് വകയിരുത്താതെ റോഡുകളിൽ കുഴിയെടുത്ത് നടപടി തിരുത്താൻ ഭരണസമിതിയും മന്ത്രി V അബ്ദുറഹിമാനും തയ്യാറായിട്ടില്ലെന്നും MLAയുടെ ആസ്തി വികസന ഫണ്ട് 10 റോഡുകൾക്ക് അനുവദിച്ചപ്പോൾ UDF ഭരിക്കുന്ന വാർഡുകളിൽ 1 മാത്രമാണ് പരിഗണിച്ചതെന്നും UDF ജനപ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കാർഗിൽ യുദ്ധവിജയത്തിന് 25 വർഷം പൂർത്തിയായ ജൂലൈ 26-ന് യുവമോർച്ച മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാർഗിൽ വിജയ ദിവസമായി ആചരിച്ചു. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച കാളിക്കാവ് അബ്ദുൽ നാസറിന്റെ മലപ്പുറത്തുള്ള സ്മാരകത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ ഫുട്ബോൾ താരം അനസ് എടത്തൊടികയും I ലീഗ് താരവും തിരൂർ സ്വദേശിയുമായ ഫസലുർ റഹ്മാനും ഇനി മലപ്പുറം FCക്ക് സ്വന്തം. ഇരുവരും സൂപ്പർ ലീഗ് കേരള ടീമായ മലപ്പുറം FCയുമായി കരാറിൽ ഒപ്പുവെച്ചു. മലപ്പുറം വാട്ടർ അതോറിറ്റി പ്രൊജക്ട് ഡിവിഷന്റെ മേൽനോട്ടത്തിൽ തൃപ്രങ്ങോട് പഞ്ചായത്തിലെ കോളനി കടവിൽ ഭാരതപ്പുഴയുടെ സമീപത്തുള്ള പണി നടന്നു വന്നിരുന്ന പമ്പ് ഹൗസിന്റെ ഉള്ളിൽ നിന്നും 1,50,000 രൂപ വില വരുന്ന വലിയ ഷാഫ്റ്റുകൾ മോഷണം ചെയ്ത പ്രതിയെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ബിപിങ്ങാടി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭക്ഷണത്തിൽ പുഴു വീണ ക്ലാസ് റൂമിൽ ഓടിന് താഴെ സീലിംഗ് ചെയ്തു തുടങ്ങി. കഴിഞ്ഞ ദിവസമാണ് നിർമ്മാണം ആരംഭിച്ചത്. തിങ്കളാഴ്ചയോടെ 3 ക്ലാസ് റൂമുകളും സീലിംഗ് വർക്ക് പൂർത്തിയാവുമെന്ന് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ VC അബ്ദുൾ റഹൂഫ് പറഞ്ഞു. മലപ്പുറം വെട്ടിച്ചിറ കരിപ്പോൾ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് സമീപം ഭക്ഷ്യവസ്തുക്കളുമായി കോഴിക്കോട് ഭാഗത്തേക്ക് ഓടിക്കൊണ്ടിരുന്ന ബെലോറോ പിക്കപ്പ് വാനിന് തീപിടിച്ചു. തിരൂരിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ സേന എത്തിയാണ് തീയണച്ചത്. തിരൂർ ബസ് സ്റ്റാൻഡിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ കയറി പിടിച്ച അക്രമിയെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. താനൂർ ഉണ്ണിയാൽ കോയമുന്റെ പുറക്കൽ ജർഷാദിനെയാണ് തിരൂർ CI KJ ജിനേഷ് അറസ്റ്റ് ചെയ്തത്. തിരൂർ താലൂക്ക് കുടുംബശ്രീ സംരംഭക കൂട്ടായ്മ ഓഗസ്റ്റ് 15-ന് തെക്കുമുറിയിൽ സംഘടിപ്പിക്കുന്ന മഹാവിപണന മേളയുടെ ലോഗോ പ്രകാശനം MLA കുറുക്കോളി മൊയ്തീൻ നിർവഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.